ഞാൻ അവരുടെ അനാഥാശ്രമത്തിൽ ചേർന്നു. അവർ എനിക്ക് അഭയം നൽകി. മറ്റൊരു അനാഥ ശിശുവിന് ജന്മം നൽകാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. ഏതായാലും നളിനി ഇപ്പൊ പോകരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇപ്പോഴല്ല, പിന്നെ നാളെ, അല്ലെങ്കിൽ അടുത്ത നാൾ. ടീച്ചർ ഇനിയും പുറപ്പെട്ടില്ലേ? സ്കൂളിലേക്ക് വരണില്ലേ? ഇല്ല. എന്തേ? നല്ല സുഖമില്ല. ഓ, ഈ ലീവ് ലെറ്റർ ഒന്ന് കൊടുത്തേക്കൂ. ശരി. മാമനെ വരൂ. ആ, പിന്നെ ബുദ്ധിമുട്ടിക്കല്ല. മധുവേട്ടൻ ഉണർന്നിട്ടില്ല. ഉണർന്നാൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കണം. ശരി. ഉച്ചയ്ക്ക് ഭക്ഷണവും. ഉണരാം, ഉണരാം. നളിനി പോയില്ലേ? ഇല്ല. ചായ. നിൽക്കൂ. പണിയുണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ആഹാരം തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കട്ടെ. എനിക്ക് ആഹാരം വേണ്ട. അതെനിക്ക് പ്രശ്നമല്ല. എനിക്ക് വിശപ്പില്ല. ശരി. താങ്ക്സ്. വേണ്ട, ഞാൻ കഴിക്കൊള്ളാം. ഞാൻ വന്നത് കഥ പറയാനായിരിക്കും. കെട്ടുകഥയല്ല, നടന്ന കഥ. ഇനി നിങ്ങളുടെ ഊഴമല്ലേ, കേൾക്കാം. അന്ന് ഞാൻ ദുബായിക്ക് പോകാൻ നേരം യാത്ര പറഞ്ഞത് ഓർമ്മയില്ലേ? കരയാതിരിക്കുന്നല്ലേ, നമുക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ പോണത്. നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ ചിരിച്ച മുഖം ഒന്ന് കാണട്ടെ. വരട്ടെ, വരട്ടെ നളിനി.
എയർലൈൻസ് ഓഫീസിൽ നിന്നാണോ കമ്പി അടിച്ചത്? അതറിയില്ല. അടിയിൽ ജോസ് എഴുതിയിരുന്നു. ആ, അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ആള് തെറ്റിപ്പോയി. തിരുവനന്തപുരത്തുകാരൻ വേറൊരു മധുസൂദനൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കടലിൽ വീണതിൽ ഞങ്ങൾ 4-5 പേർ രക്ഷപ്പെട്ടു. അന്ന് ആ ഫിഷിംഗ് ബോട്ടുകാർ കണ്ടില്ലായിരുന്നെങ്കിൽ ജോസിന്റെ കമ്പി ശരിയാകുമായിരുന്നു. അമ്മാവനും അമ്മായും കൂടെ നളിനിയുടെ ഗർഭം നശിപ്പിക്കാൻ നിർബന്ധിച്ചത് കൊണ്ട് അവൾ അവിടെ നിന്നും അന്ന് രാത്രി തന്നെ പോയത്. എവിടെയാണെന്ന് ഒരു വിവരമില്ല. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കണ്ട എന്ന് മാത്രം എഴുതിയ കത്ത് കിട്ടി. പാവം, എവിടെയാണാവും, എന്തു ചെയ്യുന്നു? എന്തു ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ആത്മഹത്യക്ക് പോലും പലപ്പോഴും ഞാൻ തുനിഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നെങ്കിലും നളിനെ കണ്ടുമുട്ടുമെന്ന് എന്റെ മനസ്സിനോട് മന്ത്രിച്ചു. അങ്ങനെ ദുഃഖവും പേറി നടന്ന് ഞാൻ അവസാനം ആശ്വാസം കണ്ടെത്തിയത് പട്ടാളത്തിലാണ്. പക്ഷേ അവിടെയും ഞാൻ ഒറ്റപ്പെട്ടു. എല്ലാവർക്കും ആശകളും പ്രതീക്ഷകളുമുണ്ട്. എനിക്ക് മാത്രമൊന്നുമില്ല. ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത സന്ദർഭത്തിലാണ് ക്യാപ്റ്റൻ രാജൻ എന്നെ കണ്ടുമുട്ടിയത്. എവിടെ നാട്? അങ്ങ് മലബാറില. നിങ്ങളുടെ തൃശ്ശൂർ അടുത്താ? ആ, അപ്പൊ നമ്മൾ അടുത്താണല്ലോ. അതെ അതെ. വരൂ, ഇരിക്കും. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരുമുണ്ട്, അച്ഛനൊഴികെ. ഇവിടെയാണെന്ന് അവർക്കറിയാമോ? അറിയില്ല. അറിയിക്കണ്ടേ? ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വ്യക്തിപരമായി ചില കാരണങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഇവിടെയാണെന്ന് അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. താൻ പോലീസിന് പിടികിട്ടാ പുള്ളിയൊന്നും അല്ലല്ലോ. അല്ല, എന്റെ കഥ ഒരു നീണ്ട കഥയാണ്. എന്റെ കഥയുടെ നീളം ഞാൻ കുറച്ചിരിക്കുന്നു. മനസ്സിലായില്ല? ജീവിതത്തിന് വളരെ വാചാലമായ അർത്ഥമൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. ഒച്ചയും ബഹളമില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് മാത്രം. വഴി രണ്ടാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ മധുവിനോളം വൈരാഗ്യ ബുദ്ധി എനിക്കില്ല. അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ലായിരിക്കും. നമുക്ക് വേണ്ടി ആരും ജീവിക്കുന്നില്ലെങ്കിലും മറ്റാർക്കെങ്കിലും വേണ്ടി നാം ജീവിക്കുന്നു എന്നത് തന്നെ ഒരു സുഖമാണ് മധു. രണ്ടു വഴിക്കും എന്റെ ജീവിതം വ്യർത്ഥമാണ്. അതൊന്നും ഇല്ലടും. തന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടാതിരിക്കില്ല. നോക്കിക്കോ. കമ കമ. ഇന്ന് അല്പം കഴിക്കണം. നോ താങ്ക്സ്. എന്നപ്പാ കുടിക്കാൻ വരുന്ന സ്വർഗത്തേക്കാ പോവും. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. കമോൺ. ഞാൻ അതിന്റെ ഭാഗമല്ല. ഇന്നൊരു നല്ല ദിവസമല്ലേ. നാട്ടിലെല്ലാവരും ഓണാഘോഷിക്കുമ്പോ നമുക്ക് ഇത്തിരി ആഘോഷിച്ചാലെന്താ? എന്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു. നമുക്ക് കൃഷിയെ പറയുകളെ. എന്നാ വിശേഷം? വിശേഷമൊന്നുമില്ല. സിസ്റ്ററിന്റെ ലെറ്റർ വന്നിരിക്കും. സിസ്റ്റർ ലെറ്റർ വന്നതൊക്കെ ഇവളോ സന്തോഷം. അപ്പൊ സംസാരത്തോടെ ലെറ്റർ വന്നത് എപ്പടി ഇരിക്കും? എന്താ ഇന്ന് വല്ലാത്തൊരു സന്തോഷം കാണാനുണ്ടല്ലോ. ഞാൻ എപ്പോഴും സന്തോഷവാനല്ലേടൂ. വെറുതെ ദുഃഖിച്ചെന്തിന് ജീവിതം പാഴാക്കുന്നു? അതല്ല, എന്തോ വിശേഷമുണ്ട്. പ്രൈവറ്റ് മാറ്ററാണെ പറയണമെന്നില്ല. ഏയ്, താനറിയാത്ത പ്രൈവറ്റ് മാറ്ററാണോ എനിക്ക്? ഓണത്തിന് ചെല്ലാത്തതിൽ അവൾക്ക് വിഷമുണ്ടെന്ന് എഴുതിയിരിക്കുകയാണ്. ഏതായാലും അടുത്ത തവണ ചെല്ലുമ്പോൾ കല്യാണത്തിനും കൂടിയുള്ള ലീവ് എടുത്തിട്ട് ചെല്ലാവൂ എന്നാണ് ഇപ്പോഴത്തെ നിർബന്ധം. പാവം, ഊണിലും ഉറക്കത്തിലും ഈ ഏട്ടന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ഏതായാലും അവൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നത്? നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ. ഇതെന്റെ സ്വപ്നമായിരുന്നു.
ഇന്നത് യാഥാർത്ഥ്യമായി. ഗൃഹപ്രവേശനത്തിന് നീ വരില്ലെന്ന് ഞാൻ സംശയിച്ചതാ. വന്നു കാര്യം നിൽക്കാതെ അകത്തേക്ക് വരൂ കേട്ടാ. വീടൊക്കെ പിന്നെ കാണാം. വരും. കല്യാണം എന്നൊക്കെ പറയണത് അതാത് സമയത്ത് നടത്തേണ്ടതാ. നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ മാത്രമേ രാധയും കല്യാണം കഴിക്കുന്നതാണ് അവൾ പറയണം. അതുകൊണ്ട് ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല കുട്ടിയാ, അന്തസ്സുള്ള തറവാട്ടിലെയാ. രാധ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം അമ്മാവാ. പക്ഷെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി മതി. വിദ്യാഭ്യാസം സൗന്ദര്യമൊന്നും പ്രശ്നമല്ല. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാവുന്ന എന്താ നിർബന്ധം? സൽസ്വഭാവിയായ പോലെ. അല്ലെങ്കിൽ അവളുടെ ചൊൽപ്പടിക്ക് ഞാൻ നിൽക്കേണ്ടി വരും. അവൾ നല്ലവളല്ലെങ്കിൽ ഇവളുടെ കണ്ണുനീരും ഞാൻ കാണേണ്ടി വരും. ഏട്ടന് ഇഷ്ടപ്പെട്ട ആരായാലും വേണ്ടില്ല. പക്ഷെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ എന്റെ കല്യാണം വേണ്ടൂ. എന്താ, നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആലോചന തന്നെയാണല്ലോ. ഹോം സിക്നസ് ആയിരിക്കും. ഞാൻ കത്തെഴുതായിരുന്നു. അതിനിടയ്ക്ക് എന്തോ ആലോചിച്ചിരുന്നു പോയി. അല്ല, ഇനി എത്ര ദിവസമുണ്ട്? എന്തിന്? വിവാഹ നിശ്ചയത്തിന്. താൻ പോടും. ഞാനതൊന്നും ആലോചിച്ചതേ അല്ല. നടക്കട്ടെ. കള്ള കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൊക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന്. എന്താ? ഏയ്, ഒന്നുമില്ല. വേറെ എവിടെയാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, ഞാൻ നാട്ടിലായിരുന്നു. മൈലുകൾക്കപ്പുറത്താണെന്ന് അറിയാമല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. സന്തോഷിക്കാനും സൂഹിക്കാനുള്ള സമയം അടുക്കുകയല്ലേ. അങ്ങനെയല്ല ഇരിക്കും. സ്വയം ചിരിക്കും, സ്വയം പിറുപിറുക്കും. അല്പം ചിത്തഭ്രമത്തിന്റെ അസുഖമല്ല. സാരമില്ല. രാജൻ, 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 ഞാൻ ആരെങ്കിലും വിളിക്കാം. വേണ്ട. രാജൻ, എന്താ രാജൻ, എന്താ? ഒരു കാര്യം ചെയ്യോ? എന്താണെന്ന് പറയൂ രാജൻ, പറയൂ. ഞാനിനി ഞാനൊരു കാര്യം പറയൂ, പറയൂ. പറയൂ രാജൻ, പറയൂ. മധു, ഞാൻ ശ്രദ്ധിക്കേ, ആരുമില്ല. മധു അവളെ എന്താ മധു, എന്താ മധു? ശരി. രാജൻ പോയതോടെ ഞാനും ഏകനായി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അകലാൻ പാടില്ലാത്ത വിധം ഞങ്ങൾ അടുത്തിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അവന്റെ അവസാനത്തെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ. എന്താ രാധേ, എന്താണ് എന്റെ അഭിപ്രായം? ഏട്ടന്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അടുത്ത ലീവിന് വരുമ്പോ ഏട്ടന്റെ അനിയത്തിനെയും കല്യാണം ഒന്നിച്ച് നടത്താന്ന് കരുതിയിരുന്നതാ. വിധി അല്ലാതെ എന്തു പറയാനാ? പറയൂ, ഞാൻ തെറ്റുകാരനാണോ? ഞാൻ തെറ്റുകാരിയാണോ? എനിക്കൊന്നേ പറയാനുള്ളൂ. എന്നിൽ പഴിചാരിക്കൊള്ളൂ. പക്ഷേ കരിവാരിത്തേക്കരുത്. കുട്ടികൾ വരാറായി. ആന്റി വരൂ, നമുക്ക് പോകാം. അമ്മ എവിടെ? അവളൊന്നും വരുന്നില്ല.
വിശേഷിച്ചെന്തെങ്കിലും? നേഴ്സിംഗ് ഹോമിൽ പോണമെന്ന് പറഞ്ഞു. ശരി, പോയി വന്നിട്ട് പറയാം. വരും. സാർ ഒന്ന് നിക്കണേ. ഈ കഥ അന്തോണിച്ചിട്ട് ഒന്ന് കൊടുക്കണേ. നിങ്ങൾക്ക് കൊടുത്താ എന്നെ കണ്ട അയാൾക്ക് വലിയ ദേഷ്യ. ഓ ശരി, കൊടുക്കാം. എടോ അന്തോണി, തനിക്കൊരു കത്തുണ്ട്. ഈ നാട്ടിലുള്ളവരൊക്കെ പോസ്റ്റ്മാൻമാരാ. പാർക്കാടോ ഭ്രാന്ത്? വേണേ മേടിച്ചോളൂ, ഇത് വെച്ചോ. സാറിന്റെ കത്താണല്ലോ. പ്രിയപ്പെട്ട അന്തോണിച്ചേട്ടൻ, ഞാൻ കർത്താവിനെ കണ്ടു. കേട്ടോളൂ, രഘുസാറ് കർത്താവിനെ കണ്ടു അത്രേ. ഇപ്പൊ ആർക്കാടോ ഭ്രാന്ത്? ബ്ലഡ് കുറെ അധികം പോയിട്ടുണ്ട്, എന്നാലും സാരല്ല. ചിലരുടെ ദേഹപ്രകൃതിയാണ്. ഞാൻ ആകെ ഭയന്നു. നല്ല റെസ്റ്റ് എടുക്കണം. 2-3 ദിവസമെങ്കിലും ഇവിടെ കിടക്കണം. കിടന്നോളൂ. ടീച്ചറും കുട്ടികളും പോയിക്കോളൂ, അവിടെ ആരുമില്ലല്ലോ. ഞാനിവിടെ വന്നോളാം. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? എനിക്കൊന്നുമില്ല. ഇവിടെ നേഴ്സുണ്ടല്ലോ, രാവിലെ വന്നാ മതി. എന്താ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. നളിനിക്കെന്നെ ഭയമാണ്. വികാരങ്ങൾ മുരടിച്ചവർക്ക് എങ്ങനെ ഭയമുണ്ടാവും? എങ്കിൽ എന്നോടല്പം സംസാരിക്കാൻ എന്തിനു മടിക്കണം? മടിയല്ല, അതിനെ പറ്റിയ സമയം ഇതല്ല. നളിനി, ഈ മധുവേട്ടന്റെ മുഖത്തേക്ക് നോക്കൂ. ആ മുഖം എന്നും എന്റെ മനസ്സിലുണ്ട്. കുട്ടികൾ ഉണരും. വരൂ, നമുക്ക് താഴെ ഇരുന്ന് സംസാരിക്കാം. എന്താ, എന്നെ വിശ്വാസമല്ലേ? എങ്കിൽ വരൂ. ഇരിക്കൂ, ഇരിക്കും നന്ദി. എന്താ പറയാനുള്ളത്? സ്വരം നഷ്ടപ്പെട്ടവൻ എങ്ങനെ പാടും? പറയാനൊന്നുമില്ലെങ്കിൽ ഞാൻ പോകുന്നു. നിൽക്കൂ. ശബ്ദമില്ലാത്ത വാചാലമായ ഭാഷ എന്റെ മനസ്സിലുണ്ട്. അത് നളിനിക്ക് കേൾക്കാൻ കഴിയും. വിരോധമില്ലെങ്കിൽ ഒരു 10 നിമിഷം ഇവിടെ ഇരുന്നിട്ട് പോകും. എന്റെ ഹൃദയഭാരം ഒന്ന് കുറയ്ക്കട്ടെ. ഇതെന്റെ ഒരു അപേക്ഷയായി കണക്കാക്കിക്കൂടെ? എന്താ നളിനി? ഇരിക്കൂ, ഇരിക്കൂ നളിനി.